ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടു നിന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും സമയം അങ്ങ് പോയി. സമയത്തിന് ബെല്ലും ബ്രേക്കും ഗിയറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ പോകും. നമ്മൾ വേണേ പുറകെ ഓടിക്കോളണം. അടുക്കളയിൽ കിടന്നുള്ള ഒരു മാരത്തോൺ ഓട്ടം കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ട് സ്കൂളിലെത്തിയിട്ടുണ്ട്. ഈ സ്കൂളിൽ എൻ്റെ മൂത്ത മോൻ്റെ ലാസ്റ്റ് സ്കൂൾ ഡേ ആണിന്ന്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആള്. ഇനി ആളിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് നീട്ടി ശ്വാസം എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത്. ആൾക്ക് എവിടെയോ എന്തോ ഒരു അപാകതയുണ്ട്. ഒന്ന് ചുറ്റിനും നോക്കിയാൽ ഇങ്ങനെ പല കാഴ്ചകളും കാണാൻ കഴിയും. അപ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എത്രമേൽ വലുതാണെന്നും മനസ്സിലാവുന്നത്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കുറ്റമറ്റതായ സൃഷ്ടിയാണ് മനുഷ്യൻ്റേത്. എന്നിട്ടും നമ്മളൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തല്ലുകൂടുന്നു. എന്നാൽ പ്രപഞ്ചത്തിന് അങ്ങനൊന്നില്ല. കാറ്റും വെളിച്ചവും മഴയും ഒക്കെ നമുക്കൊരുപോലാണ് തരുന്നത്. പണ്ട് പഠിക്കുന്ന കാലത്ത് എൻ്റെയും അഞ്ജലിയുടെയും ഫിയോണയുടെയും ഉമ്മയും അമ്മയും മമ്മിയും ഒക്കെ കൊടുത്തുവിട്ടിരുന്നത് ഒന്നിച്ച് വട്ടത്തിലിരുന്ന് പങ്കുവെച്ച് കഴിച്ചിരുന്നവരാണ് ഞങ്ങൾ. ആ സാഹോദര്യവും സ്നേഹവും ഒക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മക്കളിലൂടെയും അത് പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞും കേട്ട് നിന്ന സമയം കൊണ്ട് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണയായി ലഞ്ചിന് ഒരു ഒഴിച്ചുകറിയും തോരനും ഫ്രൈയും ഒക്കെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ നാളെ മുതൽ വെക്കേഷൻ തുടങ്ങും. അതിന് മുന്നെയായി മനസ്സൊന്ന് പാകപ്പെടുത്തണം. അല്ല എങ്കിൽ ഞാനൊക്കെ 2 മാസം കൊണ്ട് ഡിപ്രഷനിലായി പോകും. അമ്മാതിരി അലമ്പായിരിക്കും വീട്ടിലും നാട്ടിലും. ദിവസത്തിലെ ഓരോ സെക്കൻഡിലും ബ്രേക്കപ്പ് ആവുകയും പാച്ചപ്പ് ആവുകയും ചെയ്യുന്ന ടീംസാണ് എൻ്റെ മക്കളും അവരുടെ കസിൻസും.